ശ്രീ ശ്യാംരാജ്, അതിന് മറുപടി. നോക്കൂ രോഹിണി, ഒന്ന് CPIക്കൊക്കെ പിന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് എന്ത് വിലയാണ് ഇവരുടെ CPM തന്നെ കൊടുക്കുന്നത്? ഇവർ ഈ വെറുതെ കുറേ വർത്തമാനങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഈ ഉത്തരത്തിലിരിക്കുന്ന പല്ലിയുടെ വിചാരം പല്ല് താങ്ങുന്നുണ്ട് ഉത്തരം നിലനിൽക്കുന്നത്. ആ ഒരു വില മാത്രമേ ഇവർക്ക് കേരള രാഷ്ട്രീയത്തിൽ കിട്ടുന്നുള്ളൂ. അത് നമ്മൾ കൊടുക്കാത്ത പ്രശ്നമൊന്നുമല്ല, അത് അവരുടെ മുന്നണിയിൽ തന്നെ ആ ഒരു വിലയുള്ളൂ. എന്ത് കുറേ ദിവസമായാലും ഇവർ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. പിന്നെ രാജ്യം ഒട്ടാകെ എതിർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ, രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 4, 3, 7 ജില്ലയാണെന്നൊക്കെ എനിക്ക് തിരിച്ച് ചോദിക്കേണ്ടി വരും. കാരണം രാജ്യമൊട്ടാകെ എവിടെയാണ് സമരം? ഈ രാജ്യത്തിൻ്റെ 36 ഭരണ യൂണിറ്റുകളിൽ 34-ലും കേരളം അടക്കം നടപ്പാക്കി കഴിഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്നിടത്ത്. പിന്നെ ഇടതുപക്ഷത്തിനോട് വേറെ സംസ്ഥാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. അതുകൊണ്ട് രാജ്യമൊട്ടാകെ NEPക്ക് എതിരെ എന്നൊക്കെ വെറുതെ അങ്ങോട്ട് നിങ്ങളിരുന്നിട്ട് ഈ പൊട്ടക്കുളത്തിൻ്റെ തവളയിരുന്ന് പറയുന്ന മാതിരി പറയരുത്. രാജ്യമൊട്ടാകെ NEPക്ക് അനുകൂലമായിട്ടാണ് ഈ രാജ്യം പുരോഗമിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് രാജ്യം ഇതിനോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റത്തിലൊക്കെ ഇടതുപക്ഷത്തിന് എന്ത് പങ്കാണ് എൻ്റെ ജിസ്മോനുള്ളത്? എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. വെറുതെ നിങ്ങൾ ഈ ഏതൊക്കെയോ കാലഘട്ടത്തിൽ നിങ്ങളുടെ പത്രങ്ങളിൽ ജനകുത്തരം ദേശാഭിമാനിലൊക്കെ എഴുതി പിടിപ്പിച്ചത് വായിച്ചിട്ട് ഇങ്ങനെ ഈ ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിൽ നിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി കൊള്ളാവോ? നോക്കൂ, 1956 രൂപീകൃതമാകുന്ന സമയത്ത് 50% കൂടുതൽ സാക്ഷരത ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം. അറിയോ? അന്ന് ദേശീയ ശരാശരി എത്രയാണെന്നറിയോ? ഏകദേശം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് 18% എന്നാണ് ദേശീയ ശരാശരി. ഇന്ന് നമ്മൾ കാണുന്ന പല സംസ്ഥാനങ്ങളും 8, 9% ഒക്കെ സാക്ഷരത ഉള്ള സമയത്ത് ഈ സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഇവിടെ 50% മേലെ സാക്ഷരത ഉണ്ടെന്നേ. അതല്ലാതെ നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെ അങ്ങോട്ട് വിദ്യാഭ്യാസം മുഴുവൻ അങ്ങോട്ട് ഉന്നതിയിലെത്തിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെ വിഡ്ഢിത്തമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ നിങ്ങൾ നിർത്തി. ബ്രണ്ണൻ കോളേജ് ഏത് കാലത്താണ് ഉണ്ടാക്കിയത്? 1875 എൻ്റെ ഓർമ്മയിൽ. എന്തായാലും 1900 മുമ്പാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഇടതുപക്ഷം അവരുടെ രാഷ്ട്രസ കോട്ടയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ട്. അതും 1870-ലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കോട്ടയം CMS കോളേജ് ആയിക്കോട്ടെ, എറണാകുളം മഹാരാജാസ് കോളേജ് ആയിക്കോട്ടെ, തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജ് ആയിക്കോട്ടെ, ഇതൊക്കെ 19-ാം നൂറ്റാണ്ടിന് മുൻപ് നിർമ്മിക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്ന്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമോ കോൺഗ്രസ് സർക്കാർ വന്നതിന് ശേഷമോ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ വിദ്യാഭ്യാസ രംഗത്തിനോ കഴിഞ്ഞില്ല അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അതൊന്നും പറയാൻ വേണ്ടിയിട്ട് വരരുത്. ഒരു കാര്യം കോൺഗ്രസിനുകാർക്കൂടെ ഒരു മറുപടി കൊടുത്തിട്ട് ഞാൻ പറയാം. ഇവിടെ അദ്ദേഹത്തിന് ഇവരുടെ നയം വ്യക്തമായി കഴിഞ്ഞു, ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇദ്ദേഹത്തിന് ഗുജറാത്ത് കലാപം പഠിപ്പിക്കാത്തതാണ് ഭയങ്കര വിഷമം. എന്തേ നിങ്ങൾ ഈ സിഖ് വിരുദ്ധ കലാപം പഠിപ്പിക്കാത്തത്? കലാപങ്ങൾ പഠിപ്പിക്കുക, എല്ലാം പഠിപ്പിക്കണ്ടേ? 2-3 ദിവസം കൊണ്ട് ആയിരക്കണക്കിന് സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത അതിൽ പ്രതിയായിട്ട് സജ്ജൻ കുമാറിനെ പോലെയുള്ള നിങ്ങളുടെ നേതാക്കന്മാർ ജയിലിലുള്ള സിഖ് വിരുദ്ധ കലാപത്തെക്കുറിച്ച് നിങ്ങളെന്താ പഠിപ്പിക്കാതെ? കേരളത്തിലെ മാറാട് കലാപം കേരളത്തിലെ സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ പറയോ? അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിന്, നിങ്ങളുടെ രാഷ്ട്രീയ ഇംഗിതത്തിനനുസരിച്ചിട്ട് ഈ രാജ്യത്തെ സിലബസ് തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് കയ്യിൽ വെച്ചാൽ മതി. അതൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം, ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുക. ഒറ്റ മിനിറ്റ് ശ്രീ ജിസ്മോൻ, എന്തായാലും CPM നിലപാട് മാറ്റില്ല. CPI എതിർപ്പ് എവിടം വരെ തുടരും? ഒറ്റ മിനിറ്റ്. തീർച്ചയായിട്ടും എനിക്ക് ഒറ്റ കാര്യം ശ്യാമരാജിൻ്റെ ഒരു സംസാരത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പങ്കിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു നിയമസഭാ സീറ്റ് പോലും നിലവിലില്ലാത്തതും BJPയെ രാഷ്ട്രീയ കേരളം മാറ്റി നിർത്തുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ കരുത്താണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തുന്നതിൽ കേരളത്തിലെ നവോത്ഥാന വഹിച്ച ഈ പൊട്ടക്കുളത്തിൽ നിങ്ങൾ ഇങ്ങനെ ശ്യാംരാജ് പറയുകയുണ്ടായി. ഈ രാജ്യത്ത് BJP എല്ലാ മിക്കവാറും സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പ്രതിപക്ഷമുണ്ട്.